ഹായ് ഓൾ, ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ഫിനിസ്റ്റഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് SIP എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് പലർക്കും ഒരു മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ, എവിടെ തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരൊത്തിരിയാണ്. അപ്പൊ ഇതിന് നമുക്കൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടെന്നുള്ളതാണ്. കുട്ടികൾ എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആകാം, ഒരു NRI ഫിനാൻഷ്യൽ ഗോൾ ആകാം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നതിനോ, അങ്ങനെ ഒട്ടനവധി ഗോൾസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ മന്ത്ലി ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ്, സേവിങ്സ്, ഇതെല്ലാം ബഡ്ജറ്റിന് ശേഷം നമുക്ക് എത്ര രൂപ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് SIP നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് എത്ര വർഷത്തേക്ക് എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടില് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഹോഴ്സിനായിട്ട് പരിഗണിക്കുക, ഒരിക്കലും ഷോർട്ട് ടേമിലായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എല്ലാ മ്യൂച്വൽ ഫണ്ടും എല്ലാവർക്കും ഒരേപോലെ തോന്നണം, നല്ലതായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഗോൾസ് അനുസരിച്ച്, അല്ലെങ്കിൽ ടൈം, റിസ്ക് എടുക്കുന്ന കപ്പാസിറ്റി, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഇതെല്ലാം കാണിച്ച് വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തത് KYC പൂർത്തിയാക്കുക. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് ആദ്യം ചെയ്യുന്നത് KYC ആണ്. KYC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ KYC പൂർത്തിയാക്കാൻ നമ്മൾ ഒരു ഫണ്ട് ഹൗസുമായിട്ടോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ ഒക്കെ നമ്മൾ ബന്ധപ്പെടുവാണെങ്കിൽ അവരത് ഹെൽപ്പ് ചെയ്ത് തരും. അതനുസരിച്ച് KYC പൂർത്തിയാക്കുക. ആറാമത്തത് SIP സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിതെല്ലാം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തു, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നാളത്തേക്കാണ്, ഫണ്ട് സെലക്ട് ചെയ്തു, KYC പൂർത്തിയാക്കിയതിനു ശേഷം SIP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ ബാങ്കിലെ മാൻഡേറ്റ് കയറ്റുക, നമ്മൾ സാലറി ഡേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ഡേറ്റോ, ഏതെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഡേറ്റ്, നമുക്ക് ഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. അത് ബാങ്കിൽ മാൻഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക, ആ എമൗണ്ട് പോകും. ആദ്യം നമ്മൾ കൺസിഡർ ഉള്ളത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് SIP തുടങ്ങുന്നതിന് വലിയൊരു എമൗണ്ടിന്റെ ആവശ്യമില്ല. വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് മിനിമം 1000 രൂപ ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഏതൊരു ചെറിയൊരു വ്യക്തിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഭാഗമാകാം, ഇക്കണോമിയുടെ ഒരു ഭാഗമായിട്ട് ഒക്കെ വളരെ മാറാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചുള്ള SIP അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയിട്ടുള്ള SIP പ്ലാൻ ചെയ്യുന്നതിനും KYC പൂർത്തിയാക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നുള്ളൂ. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.